ഹായ് ഹലോ എല്ലാവർക്കും ലീലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോളാണ്. സ്കിൻ കെയർ പിന്നെ ഹെയർ കെയർ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഫോർഡബിൾ ആണല്ലോ, കുറച്ചെല്ലാം നന്നായിട്ട് അഫോർഡബിൾ ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഡി ടാൻ കുറേ നാളിലേക്ക് കേൾക്കുന്നു. അപ്പോൾ ഈ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ മുന്നേ ഫൗണ്ടേഷൻ ബ്രഷ്, എൻ്റെ പഴയൊരു ഫൗണ്ടേഷൻ ബ്രഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ഒരു സംഭവം വാങ്ങി. ഇത് എന്താ പറയുക, ഞാൻ കുറേ നാളുകളായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പിറകിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, പിന്നെ ഈ ഒരു സംഭവമുണ്ട്. നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഫേസ് മാസ്ക് ഇടുകയും ചെയ്യാം. ദെൻ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് റബ്ബ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്യാം. അധികം ഫോഴ്സ് ഒന്നും കൊടുത്തിട്ട് വേണ്ട. ഇത് സിലിക്കണിൻ്റെ ആയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അധികം ഹാമാവില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വില കാണാനില്ല, ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഈ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും നല്ല അഫോർഡബിൾ ആണ്. അത് കാരണം കൊണ്ടാണ് ഞാനിത് എല്ലാം കൂടെ വാങ്ങിയത്. ദെൻ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ മുടി ഭയങ്കരമായിട്ട് ഊരിപ്പോവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് മുടിക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് വാങ്ങിയത്. ഇതും ഞാൻ കുറേ റിവ്യൂവും പിന്നെ അതുപോലെ തന്നെ കുറേ അതായത് ഒരുപാട് പേര് വാങ്ങിയിട്ട് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഒന്നും നോക്കാണ്ട് വാങ്ങിയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിന് സെറ്റപ്പ് ടീച്ചറാ, ഇത് ഹെയർ ഇങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ മസാജ് ചെയ്ത് കഴുകുന്നതാണ്. ഇതിൻ്റെ സെറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ മസാജ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടി വളരാനുള്ള, അതുപോലെ തന്നെ എന്താ പറയുക തലച്ചൊറിച്ചിൽ മാറാനുള്ളൊരു സംഭവം. അത് ഞാൻ പക്ഷേ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ വില 1200 അടുത്തുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ നോക്കി. ഈ സംഭവം സൂപ്പറാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിൽ യൂസ് ചെയ്തിട്ടില്ല. ഇത് കോംബോ ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം പാരുടെ അടിച്ച് മാറ്റി ഇലക്കി കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു വേറെ കളർ സെലക്ട് ചെയ്യായിരുന്നു. പക്ഷേ എന്തായാലും ഇതെനിക്ക് ഇഷ്ടമായി. ഒരു 150 രൂപയുടെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിയിട്ടുള്ളത്. ദെൻ ഇനി വാങ്ങിയിട്ടുള്ളതും നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇനി ഒരു 2-3 സംഭവങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുക ബ്രോക്കൺ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് അത് തിരിച്ച് റിട്ടേൺ ചെയ്തേക്കാണ്. അതിന് വരുമോ എന്തോ അറിയില്ല കേട്ടോ, വന്ന ഭാഗ്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഐറ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്തിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇത് ക്രിസ്റ്റൽ ഹെയർ റിമൂവൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പലതരം കളറിൽ അവൈലബിൾ ആണ് കണ്ടോ. ഞാനിതിൽ ഗോൾഡ് അല്ലാട്ടാ, ഞാൻ ബ്ലൂ കളറാണ് എടുത്തത്, പക്ഷേ എനിക്ക് വേറെ കളറാണ് കിട്ടിയത്. ഇത് സംഭവം തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ റിമൂവലാണ്. ഇതേപോലെയാണ് സംഭവം വരുന്നത് കണ്ടോ. ഇതിൻ്റെ ബാക്കിൽ വാവ്, ലുക്കിംഗ് ലൈക്ക് എ വാവ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവെന്നാണ് പറയണത്. എങ്ങനെ ഇത് സെറ്റപ്പ്, ഇതെങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ ഒന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊന്നും മുടിയില്ല. ഇവിടെ ഒന്നും എനിക്ക് മുടിയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞത് ഇവിടെ എന്തും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ടായാലും ഇത് ട്രൈ ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം നമുക്ക്. ഇത് ട്രീറ്റഡ് ബൈ വാം വാട്ടർ. സ്റ്റെപ്പ് 1 വാം വാട്ടറിൽ മുക്കി വെക്കുക. അതിനുശേഷം ഇത് വെച്ച് ഇത് വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം മുടി പോകുമെന്നാണ് പറയുന്നത്. കാലുമ മുടി നോക്കുക, കാലുമ ട്രൈ ചെയ്ത് നോക്കാം. റിമൂവ് സെല്ലുലോസ് ഓഫ് ഹീൽസ്. ഓക്കെ, കാലുമത്തെ ആ ഒരു ഇതും മറ്റേ കട്ടിയായിട്ടിരിക്കുന്ന സംഭവമില്ലേ, ഇങ്ങനെ ഉരച്ച് കഴുകാണ്ട് നമ്മളുടെ തൊലി ഇങ്ങനെ കട്ടിയായിട്ട് വരൂലേ, ആ സംഭവങ്ങളും കളയാൻ പറ്റുന്നു തോന്നിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഉപകാരപ്പെടുള്ളൂ. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു പിമ്മിങ് സ്റ്റോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ഓർഡർ ചെയ്യില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ ലോഷൻ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഗ്ലാസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. പൊട്ടി കഴിഞ്ഞാൽ കാലുമങ്ങ കുത്തി കയറി ഈശോയെ. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്നെ പോലെ ഞാൻ കയ്യും കാലം തെറ്റി എൻ്റെ കയ്യിൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ തട്ടിപ്പൊട്ടി നാശമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ എന്നെ പോലെ വല്ലവരും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവം കാണിച്ചു തന്നു. ഇനി ലാസ്റ്റത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സ്, പലതരത്തിലുള്ള വാട്സ് അത് റിമൂവ് ചെയ്യുന്നത്.
കുറേ അപ്ഡേറ്റ്സൊക്കെ ഞാൻ കൊടുത്തിട്ടും അതായത് വീട്ടിലുള്ള നാട്ടുവൈദ്യം അനുസരിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ വാട്സ് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ മുകളിലും ഇവിടെയാണ് എനിക്ക് വലുതായിട്ട് എനിക്ക് അതായത് വലുതായി വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ഈ വാട്സിൻ്റെ മലയാളം തൊട്ടാണ് ഞാൻ മറന്നല്ല, അരിമ്പാറ. അരിമ്പാറ. അപ്പോൾ അരിമ്പാറ ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ കരിച്ചു കളയാണ് ചെയ്തത്. ദൈവം സഹായിച്ചത് ഇത്ര നാളായിട്ടും വന്നിട്ടില്ല. ഇത് പാരുവിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. പാരുവിന് മാത്രമല്ല കേട്ടോ, എനിക്കിവിടെ വരുന്നുണ്ട്. ദെൻ എനിക്ക് ദേഹത്തൊക്കെ കുഞ്ഞേ, അതായത് കണ്ണിലിട്ടാൽ കാണാത്ത ചെറിയ ടൈപ്പ് സാധനങ്ങൾ അത് ദേഹത്ത് നിറച്ചുണ്ട്. പക്ഷെ അതിന് ഞാൻ ഇതാക്കാനായിട്ട് കണ്ടിട്ടില്ല, അതൊന്നും പരത്താനായിട്ട് ഉദ്ദേശിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛമ്മയ്ക്കൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഒരു 2, 3, 4 കൊല്ലം കഴിയുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുന്നതാണ് പറഞ്ഞത്. ശരിയാണ്, ആളുടെ മേത്ത് നിറയെ ഉണ്ടായിരുന്നു, തന്നെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞു. അപ്പം എൻ്റെ മേത്ത് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും തന്നെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ചില അരിമ്പാറകൾ അങ്ങനെയുണ്ട്, ഒരു 2, 3, 4 വർഷം കഴിഞ്ഞാൽ തന്നെ കൊഴിഞ്ഞു പോകും. പല തരത്തിലുള്ള അരിമ്പാറകളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. എനിക്ക് വയ്യനെ അത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, അത് കാരണം കൂടെ ഞാൻ മറന്നുപോയി. അങ്ങനെയല്ല കേട്ടോ, പലതരത്തിലുള്ളതുണ്ട്. ഇങ്ങനെ സ്കിൻ ടാഗ്, സ്കിന്നിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്നത്, ഇങ്ങനെ പരന്ന് നിൽക്കുന്നത്, വളർന്നു വരുന്നത്, പിന്നെ പടർന്നു വരുന്നത്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഈ ഒരു സംഭവം സ്കിൻ ടാഗ് പാരുനുണ്ട്, അപ്പോൾ അവനക്കും എനിക്കും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ആയത്. ഇത് വേറെ ഒന്നല്ല, വാട്ടർ റിമൂവർ ഓയിൻമെൻ്റ് ആണ് ഇത്. അതിനകത്ത് അതായത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 7 ദിവസം ആകുമ്പോഴത്തേനും മാറുന്നതാണ്. പക്ഷേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താണ് 2 പ്രാവശ്യം, അതായത് സാധാരണ പോലെ തന്നെ നമ്മളുടെ ഒരു എഫക്റ്റഡ് ഏരിയ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ മാത്രം ഓയിൻമെൻറ്റ് പരട്ടുക, ഡെയിലി 2 നേരം പരട്ടുക. അത് കഴിഞ്ഞാൽ മാറിപ്പോകുമെന്നാണ് പറയണത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ആക്നെ കളയുന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ആക്റ്റീവ് എന്നാണ് ഞാൻ വായിച്ചത്. ആക്നെ, മോൾസ്, സ്കാർ ഇതൊക്കെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പേര് വാട്ടർ റിമൂവർ ക്രീം ഓയിൻമെൻ്റ് എന്നും ആണ് കേട്ടോ. അതിനകത്ത് ഇതുപോലെ അല്ലായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഓയിൻമെൻറ്റിൻ്റെ ആ ഒരു ഇങ്ങനെ ഇത് ട്യൂബില്ല അങ്ങനെയായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഇതേപോലെയാണ്. ഉള്ളതിൽ ഏറ്റവും നല്ല റിവ്യൂ, നല്ല ഇതുകളൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. പക്ഷെ 500 രൂപയൊന്നും ഇല്ല, 10-200 രൂപ കണ്ടുള്ളൂ തോന്നുന്നു. ഓഫറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇതേപോലെ സാധാരണ ഒരു ക്രീം പോലെ തന്നെ, അതേ വെള്ള കളറിലൊരു ക്രീം. സ്മെല്ലൊക്കെ ഉണ്ട്, പൊട്ട സ്മെല്ലൊന്നുമല്ല, നല്ല സ്മെല്ല് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്, സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. സമാധാനം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഡീറ്റെയിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമാധാനത്തിലും കൂടിയിട്ടാണ് സത്യം പറയാൻ മീഷോന്ന് ഞാൻ ഇങ്ങനത്തെ ഓയിൻമെൻറ്റ്സ്, മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ സാധനങ്ങൾ അങ്ങനെയൊന്നും വാങ്ങാറില്ല കേട്ടോ. നമ്മളുടെ ഹോം ഡെക്കോർ സംഭവങ്ങൾ, അതുപോലത്തെ അങ്ങനത്തെ പിന്നെ ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ കൂടുതൽ വാങ്ങാറുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങാറില്ല. എന്നാൽ ഇത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. 2-3 സാധനങ്ങളും വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് പറയാം. ഓക്കെ, പടപടാന്ന് പറയുന്ന കാരണം കൊണ്ടും കുറേ നാളുകളായിട്ട് വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ടും ഭയങ്കര വെള്ളിവീഴ്ചയും ഭയങ്കര തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കാം. എൻ്റെ പുതിയ കുറേ വ്യൂവേഴ്സ് ഉണ്ട്. നമ്മൾ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് പഴയ സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടും കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്നല്ല, പഴയവർക്കും പുതിയവർക്കും ഒക്കെ എന്നെപ്പറ്റി അറിയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് എൻ്റെ അമ്മ, അച്ഛൻ, അച്ഛമ്മ അവരെ അല്ലാതെ പറ്റിയിട്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ചാനലിൽ ഇതുവരെ ഞാൻ എന്താ പറയുക ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു കാരണമുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്താ പറയുക മാറി പുറത്തേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വരും കാല വീഡിയോസിൽ ഞാൻ എന്തായാലും എല്ലാ അപ്ഡേറ്റ്സും പടപടാന്ന് പറയുന്നതായിരിക്കും. ദെൻ ഈ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വരും. അല്ലാണ്ട് എനിക്കറിയില്ല, ഇതിൻ്റെ ലിങ്ക് ഇടാൻ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും